ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MEPനെ കുറിച്ചാണ്. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്. MEP കോഴ്സസിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടാവും. അതായത് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്സ്കില്ലിംഗ് കോഴ്സാണ് MEP. നമ്മൾ ക്വാണ്ടിറ്റി സർവേ എന്ന് പറഞ്ഞൊരു കോഴ്സ് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് നല്ല രീതിയിലുള്ള റെസ്പോൺസും ഒരുപാട് അഡ്മിഷൻസും ഒരുപാട് പ്ലേസ്മെൻറ്റ്സും ആ ഒരു മേഖലയിൽ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രൊസീജിയർ നമ്മൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സെക്ഷനിലേക്ക് കൊണ്ടുവരാൻ പോകണം. ഓക്കെ, അപ്പം ആ ഒരു MEP കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകണം. അതിൻ്റെ മെയിൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് MEP, അതുപോലെ തന്നെ MEP കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോബ് റോളുകൾ എന്തൊക്കെയാണ്, അതുപോലെ എത്രയാണ്, ഏതൊക്കെ ഫാക്കൽറ്റീസാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്, എത്ര അവേഴ്സ് ക്ലാസ്സസ് ഉണ്ടാകും, നമ്മൾ ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾ ഈ വീഡിയോ കാണുക. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫോം കൊടുക്കാം. ആ ഫോമിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. നമ്മുടെ അക്കാദമിക് കൗൺസിലർ വിളിച്ചിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. കാരണം ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ ബിടെക് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമുള്ളതാണോ ഈ കോഴ്സ്, നല്ല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും. നമ്മൾ സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. അതുപോലെ തന്നെ 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും നമ്മൾ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് MEP എന്ന് പറയുന്ന സമയത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. ഒരു മൾട്ടി സ്റ്റോർ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, പ്ലംബിംഗ് വർക്കുകളിലൊക്കെ ഒരു ഡയഗ്രാം പോലെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അത് CAD ഡിസൈനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഡയഗ്രാം പോലെ ഉണ്ടാക്കിയേക്കുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ, അതായത് നമുക്കിപ്പോൾ ഒരു പൈപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ ആ പൈപ്പ് പല രീതിയിലിടാം. വളഞ്ഞ് തിരിഞ്ഞ് ആ ഒരു 2 പോയിൻറ്റിലേക്കുള്ള പൈപ്പ് ഇടണം. അപ്പോൾ ഡയറക്റ്റ്ലി ഇങ്ങനെ പൈപ്പ് ഇടാം, അല്ലെങ്കിൽ ഈ ഷേപ്പിൽ പൈപ്പ് ഇടാം. ഓക്കെ, അപ്പോൾ രണ്ടും 2 ഡിസൈനാണ്. അപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നോക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ലൈൻ ഡിസൈനാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അതുപോലെ ഒരു ഡിസൈൻ വരയ്ക്കുന്ന സമയത്ത് ഏറ്റവും എഫിഷ്യൻറ്റ്, സേഫ്റ്റി, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ആ പ്രിസൈസ് ആയിട്ട് ആ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ഒരു MEP എഞ്ചിനീയറുടെ ജോലി. ഓക്കെ, മെക്കാനിക്കൽ വർക്കുകളുണ്ടാവും, മെക്കാനിക്കലുള്ള സ്ട്രക്ചേഴ്സും കാര്യങ്ങളുണ്ടാവും, ഇലക്ട്രിക്കൽ വയറിങ്സ് ഉണ്ടാവും, പ്ലംബിംഗ് ഡിസൈൻസ് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ കണക്ട് ചെയ്ത് ഹീറ്റ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷൻ സിസ്റ്റം, HVAC, ഒരു കമ്പനിക്ക് വേണ്ട ഹീറ്റ് വെന്റിലേഷൻ്റെ എയർ കണ്ടീഷൻ സിസ്റ്റം, അതുപോലെ തന്നെ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ വർക്കുകൾ, ഇങ്ങനെ പ്ലംബിംഗ് വർക്കുകൾ, ഇതിന് വേണ്ടിയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇതാണ് MEP ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ MEP വർക്കുകൾ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക്കായിട്ട് വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് ടേമിലോട് പറയുകയാണെങ്കിൽ, വാട്ട് ഈസ് ഡ്രാഫ്റ്റിംഗ്, MEP ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, MEP drafting involves creating detailed technical drawings using CAD software and plans for mechanical, electrical and plumbing. MEP, mechanical, electrical and plumbing systems in buildings. MEP design consider factors such as energy efficiency, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനർജി എഫിഷ്യൻസി വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ്, അതുപോലെ തന്നെ സേഫ്റ്റി ആൻഡ് ഫങ്ഷനാലിറ്റി. എനർജി എഫിഷ്യൻ്റ് ആയിട്ട്, സേഫസ്റ്റ് ആയിട്ട്, നല്ല ഫങ്ഷനാലിറ്റി ഉള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, വൈൽ ക്രിയേറ്റിംഗ് അക്യുറേറ്റ് ആൻഡ് പ്രിസൈസ് ഡ്രോയിങ്, ബെസ്റ്റ് പ്രിസൈസ് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, MEP ഡ്രാഫ്റ്റേഴ്സ് ക്രിയേറ്റ് ഡ്രോയിങ് ദാറ്റ് ഔട്ട്ലൈൻസ് ആൻഡ് ലേഔട്ട് ഡയമെൻഷൻസ് മെറ്റീരിയൽസ്. അതായത് നമ്മളിപ്പം ജസ്റ്റ് ഒരു ലേഔട്ടും കാര്യങ്ങളും മാത്രമല്ല കൊടുക്കുന്നത്, അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതാണ് എന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, ലേഔട്ട്, ഡയമെൻഷൻസ്, മെറ്റീരിയൽസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യണം, ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്താണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന കാര്യങ്ങളൊക്കെ അവിടെ വരും. ഓക്കെ, ഓഫ് HVAC സിസ്റ്റംസ്, ഇലക്ട്രിക്കൽ സിസ്റ്റംസ്, പ്ലംബിംഗ് സിസ്റ്റംസ് ആൻഡ് മോർ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വർക്കാണ് MEP, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് പറയുന്ന ഒരു പേര് മാത്രമാണ്. ഒരു നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്, അത് എഫിഷ്യൻ്റായ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ദീസ് ഡ്രോയിങ്സ് ആർ സെർവ് ആസ് എ ഗൈഡ് ഫോർ കോൺട്രാക്ടേഴ്സ് ആൻഡ് ഇൻസ്റ്റാളേഴ്സ്. അതായത് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്ലാൻ വരയ്ക്കാമെന്നൊക്കെ പറ്റില്ല. അതുപോലെ തന്നെ ഈ CAD ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ അത് കോൺട്രാക്ടേഴ്സിന് കൊടുക്കും, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾക്ക്, ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കും, സപ്ലൈ കോൺട്രാക്ടേഴ്സ് ആൻഡ് ഇൻസ്റ്റാളേഴ്സ് ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ. ആ കൺസ്ട്രക്ഷൻ സമയത്ത് കോൺട്രാക്ടേഴ്സിനോ ഇൻസ്റ്റാളേഴ്സിനോ കൊടുക്കും. എന്നിട്ട് ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട്, നല്ല സേഫസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, പ്രിസൈസ് ആയിട്ട്, അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളാണ് നമ്മൾ MEP ഡിസൈനർ കൊടുക്കുന്നത്. ഓക്കെ, ഹെൽപ്പിംഗ് to minimize errors and conflicts. Accurate MEP drawings ensures that the system are properly coordinated with each other and fit within the building structure constraints. ഓക്കെ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട്, അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിന് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യണം, അതുപോലെ എത്ര പ്രിസൈസ് ആയിട്ട് ചെയ്യണം അത്രയും പ്രിസൈസ് ആയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കോൺട്രാക്ടേഴ്സിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് കൊടുക്കും, ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കണം. ഓക്കെ, ഈ ഒരു ജോലിയാണ് MEP വർക്ക്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ പോരല്ലോ, ഈ വർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടണം. ഓക്കെ,
അപ്പം അതാണ് നമ്മുടെ MEP കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് കരിയർ ഓപ്ഷൻസ് ആഫ്റ്റർ ദ കോഴ്സ്, നമ്മളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് ആണെന്നുള്ളത് നമ്മൾ ബേസിക്കായിട്ട് പറയാം. ഓക്കെ, ഇലക്ട്രിക്കൽ ഡ്രാഫ്റ്റ്സ്മാൻ ഉണ്ട്. അതായത് നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇലക്ട്രിക്കൽ ഡ്രാഫ്റ്റ്മാൻ ആയിരിക്കും. ഇലക്ട്രിക്കൽ വയറിംഗ് സിസ്റ്റംസ്, ഒരു വലിയൊരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ എത്ര വയറിംഗ് സിസ്റ്റംസ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലല്ല ഒരു ഷോപ്പിംഗ് മാൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഏത് രീതിയിലേക്ക് ഡിസൈൻ ചെയ്തിരുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നോർമലി ഒരു വയറിംഗ് ചെയ്യുന്ന ഒരാൾക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിൽ എത്തുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അതൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഒരു ഡ്രാഫ്റ്റ്മാൻ കൊടുത്തിട്ടുണ്ടോ? ആ രീതിയിലായിരിക്കും അവർ വർക്ക് ചെയ്യുക. ആ ഡ്രാഫ്റ്റ്മാൻ്റെ വർക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന ആളുകൾക്കാണല്ലോ മുൻഗണന കൂടുതൽ. അപ്പം അത്യാവശ്യം ഹൈ പേയിങ് സാലറിയുള്ള ഒരു ജോലിയും കൂടിയാണ് MEP. അത് നിങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ മെക്കാനിക്കൽ ഡ്രാഫ്റ്റിംഗ്, ഇലക്ട്രിക്കൽ ഡ്രാഫ്റ്റിംഗ് ഉണ്ട്, മെക്കാനിക്കൽ ഡ്രാഫ്റ്റിംഗ്. മെക്കാനിക്കലിൽ ഓരോ പമ്പുകൾ, ജനറേറ്റേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണോ, ഏത് രീതിയിൽ കൊടുക്കണം എന്ന കാര്യങ്ങളൊക്കെ വരുന്നതും മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്മാൻ്റെ ഡിസൈൻ്റെ അകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ HVAC ഡ്രാഫ്റ്റ്മാൻ, ഹീറ്റ് വെൻറ്റിലേഷൻ, എയർ കണ്ടീഷൻ, AC ഡക്റ്റുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ. ഹീറ്റ് വെൻറ്റിലേഷൻ കൊടുക്കുന്നത് എവിടെ കൊടുക്കണം, ഏത് രീതി കൊടുക്കണം, എവിടെയാണ് കൂടുതൽ വെൻറ്റിലേഷൻ കൂടുതൽ ആവശ്യം വേണ്ടത്, അതുപോലെ തന്നെ എയർ കണ്ടീഷൻ കൂടുതൽ എവിടെയാണ്. നമുക്കൊരു ഷോപ്പിംഗ് മാൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതെങ്കിലും ഷോപ്പിംഗ് മാൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ സർക്യൂട്ടുകളും കാര്യങ്ങളും ഡക്റ്റുകൾ കാണാം. AC ഡക്റ്റുകൾ, സെൻട്രലൈസ്ഡ് AC സിസ്റ്റത്തിൻ്റെ ഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വരുന്നത്. ഓക്കെ, അതൊക്കെ ഡിസൈൻ ചെയ്യലാണ് ഈ ഒരു MEP ഡിസൈനറുടെ ജോലി. ഓക്കെ, അതുപോലെ HVAC ഡ്രാഫ്റ്റ്മാൻ ഉണ്ട്, കോർഡിനേഷൻ ഡ്രാഫ്റ്റ്മാൻ. ഓക്കെ, ഒരു വലിയൊരു കമ്പനിയുടെ കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള കോർഡിനേഷൻ രീതിയിലേക്ക് അതും ഒരു ജോബ് ഓപ്പണിംഗ് ആണ്. അതായത് ആഫ്റ്റർ MEP കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു ജോബ് ഓപ്പണിംഗ്. ഡ്രാഫ്റ്റർ ഓവർസിയർ ഇൻ കേരള ഗവൺമെൻറ്റിൻ്റെ വിവിധ സെക്ഷനുകളിലേക്ക് ഡ്രാഫ്റ്റർ ഓവർസിയർ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതല്ലാതെ കോൺട്രാക്ട് ബേസിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ജോലികളിലേക്കും നിങ്ങൾക്ക് സാധ്യതകൾ കൂടുന്നുണ്ട്. അതുപോലെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകൾ, ഈ MEP എഞ്ചിനീയർ പോസ്റ്റുകൾ തന്നെ ഒരുപാട് കമ്പനീസിലുണ്ട്. അത് ഇൻസൈഡ് ഇന്ത്യയും അതുപോലെ തന്നെ അബ്രോഡ് സെഷനിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനീസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ്, അതുപോലെ തന്നെ ടെൻഡറിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ഓർഡർ ഡ്രാഫ്റ്റ്. ഓക്കെ, ഇനി ഈ പറഞ്ഞ കാര്യം തന്നെ അവസാനത്തെ കാര്യം, നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും അതിനകത്ത് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, ആ മെറ്റീരിയലിനനുസരിച്ച് എത്രത്തോളം പൈസ അതിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു വലിയ കമ്പനീൻ്റെ അകത്തുള്ള ഒരാൾ നിങ്ങളോട് പറയുകയാണ് എൻ്റെ കമ്പനി നിർമ്മിക്കാൻ വേണ്ടി എനിക്കൊരു പ്രോപ്പറായിട്ടുള്ള MEP ഡിസൈൻ വേണം. ഓക്കെ, അതായത് പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ വർക്കും മെക്കാനിക്കൽ വർക്കും എല്ലാം MEP ഡിസൈൻ വേണം, അതിന് എത്ര കോസ്റ്റ് ആണെന്നാണ് പറയാം. അപ്പോൾ നമ്മൾ ആ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് അതിന് വേണ്ടി കോസ്റ്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അവരോട് പറയാം നിങ്ങളുടെ കമ്പനിക്ക് ഇത്ര കോസ്റ്റിൽ ആ MEP വർക്ക് മുഴുവൻ ചെയ്യാൻ പറ്റും, ആ മെറ്റീരിയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ഈ ഒരു പൈസയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവരോട് പറയാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ആ പൈസയ്ക്ക് അവർ ലേലം ചെയ്യും അല്ലെങ്കിൽ ടെൻഡർ ചെയ്യും. ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയും കൂടിയാണ്. ഓക്കെ, അതായത് MEP കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കരിയർ ഓപ്ഷൻസ് ആണ് അവിടെ വരുന്നത്. വെറും ഒരു ജോലി MEP എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു ജോലി മാത്രമല്ല, അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരുപാട് ജോലികളും കാര്യങ്ങളാണ്. അപ്പോൾ MEP ഡ്രാഫ്റ്റ്മാൻ കോഴ്സാണ് എൻ്റെ കയ്യിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് 2 കോഴ്സ് ഉണ്ട് മെയിനായിട്ട് പറയുകയാണെങ്കിൽ, MEP ഡ്രാഫ്റ്റ്മാൻ അതുപോലെ തന്നെ MEP ഡിസൈൻ കോഴ്സുകളുണ്ട്. MEP ഡ്രാഫ്റ്റ്മാൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കോഴ്സാണ്. അതായത് BTech ഡിപ്ലോമ കഴിഞ്ഞ ഫ്രഷേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കോഴ്സാണ് MEP ഡ്രാഫ്റ്റ്മാൻ. അതല്ലാതെ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ MEP ഡ്രാഫ്റ്റ്മാൻ കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് MEP ഡിസൈൻ. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് MEP ഡ്രാഫ്റ്റ്മാനാണ്. ഏറ്റവും ബേസിക് ലെവൽ ഫ്രഷറായിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മിനിമം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. ഓക്കെ, എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫോം കൊടുക്കാം. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അക്കാദമിക് കൗൺസിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിന് പറ്റിയ രീതിയിൽ കോഴ്സുകൾ എങ്ങനെ രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഓക്കെ, ഓർക്കുക, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കേരള ഗവൺമെൻറ്റിൻ്റെ എക്സാമുകളും കാര്യങ്ങളൊക്കെ ഒരു ഇതൊക്കെ ഏകദേശം കഴിയാറായി. ഒരു 6 മാസത്തിനുള്ളിൽ പ്രിപ്പറേഷൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ, അതായത് നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ ഒരു ജോലി സാധ്യതയാണ് മുമ്പിൽ വരുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാസ്സസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 40 hours റെക്കോർഡ് ക്ലാസ്സസ് വരുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ്സിനേക്കാൾ കൂടുതൽ നമ്മൾ ലൈവ് സെഷൻസാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലൈവ് പ്രൊജക്റ്റിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, വർക്ക് ചെയ്യിപ്പിക്കുക ലൈവായിട്ട്. അതുകൊണ്ടാണ് 40 hours റെക്കോർഡ് സെഷൻസ് മാത്രമായത്. അവേഴ്സ് കുറവാണ്, റെക്കോർഡ് സെഷൻ്റെ അവർ വളരെ കുറവാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും. ബാക്കിയൊക്കെ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമുക്കറിയാം എൻട്രി ഗോൾഡ് പ്ലാൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കോഴ്സാണിത്. MEP ഡ്രാഫ്റ്റ്മാൻ ഗോൾഡ് പ്ലാൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ലൈവ് ബാച്ചസ് ആണ് ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ മെൻറ്റർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സർട്ടിഫിക്കേഷൻ ഉണ്ട്. സൈറ്റ് വിസിറ്റ് ഇൻ മിഡിൽ ഈസ്റ്റ് ഇന്ത്യ ഓഫേർഡ് നിയർ ബൈ സിറ്റി. ഓക്കെ, ഈ ഒരു കാര്യം പറയാം. അതായത് നമ്മളെ ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ് തുടങ്ങിയ സമയത്ത് നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് അബ്രോഡ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ അവിടെ കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ MEP കോഴ്സിൻ്റെ അകത്തും നമ്മൾ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണ്.
നമ്മൾ കംപ്ലീറ്റ് ക്ലാസ്സസും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത് പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുടെ നമ്മുടെ ഫാക്കൽറ്റീസും എഡ്യൂക്കേറ്റേഴ്സും ഒക്കെ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലാണെങ്കിലും നിങ്ങൾ എവിടെയാണുള്ളത് അവിടെയുള്ള സൈറ്റിൽ എവിടെയെങ്കിലും സൈറ്റ് വിസിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ ഇൻസൈഡ് കേരള ആണെങ്കിൽ ഇൻസൈഡ് ഇന്ത്യ ആണെങ്കിൽ നിങ്ങളുടെ നിയർ ബൈ സിറ്റിയിൽ ഏറ്റവും അടുത്തുള്ള സിറ്റിയിൽ അവിടെയുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിൽ എവിടെയെങ്കിലും നമുക്ക് ഇതുപോലെ MEPൻ്റെ സൈറ്റ് വിസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതായത് വർക്ക് എക്സ്പീരിയൻസ്, ഡയറക്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഏറ്റവും നിയറസ്റ്റ് ആയ സിറ്റിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ, ലൈവ് പ്രോജക്ട്സ് ഫ്രം ദ മിഡിൽ ഈസ്റ്റിലുള്ള ലൈവ് പ്രോജക്റ്റിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, ഈ ഒരു പ്ലാന്റ് അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണിത്. നമ്മളിപ്പം ക്വാണ്ടിറ്റി സർവേയിൽ ചെയ്യുന്നുണ്ട് ഈ കാര്യം, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റി സർവേയിൽ ലൈവ് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ MEPൻ്റെ അകത്തും നമ്മൾ ലൈവ് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വീക്കിലി ഒരു 3 ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. നമ്മൾ ഈ റെക്കോർഡ് അവേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് ആഴ്ചയിലും ഒരു 3 ക്ലാസ്സസ് ഉണ്ടാവുക. അതുപോലെ തന്നെ 6 മാസം മെൻറ്റർഷിപ്പ് ഉണ്ടാവും. മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് പഠിക്കണം, ഏത് രീതി പഠിക്കണം, അസൈൻമെൻറ്റ്സ് ഉണ്ടാവും, ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ഓർഡറിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു മെൻറ്റർ ഉണ്ടാവും. ഈ മെൻറ്റർ ആയിരിക്കും നിങ്ങളെ ഫസ്റ്റ് അതോറിറ്റി. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻറ്ററോട് ചോദിക്കുക. മെൻറ്റർ നിങ്ങൾക്കുള്ള അതിനുള്ള സൊല്യൂഷൻ അവർ ഡയറക്റ്റ്ലി ക്ലാസ് എടുക്കുന്ന ആളുകളോട് സംസാരിച്ചിട്ട് നിങ്ങൾക്കുള്ള സൊല്യൂഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് തരും. ഓക്കെ, അതാണ് മെൻറ്ററിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നോർമലി സ്വയമായിട്ട് പഠിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഡൗട്ടുകളും കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു പ്രൊവിഷൻ വളരെ കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ 1-to-1 ആയിട്ട് നിങ്ങൾക്ക് മെൻറ്റർ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ വാട്സാപ്പിലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൾ ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾ മെൻറ്ററോട് സംസാരിക്കാം. മെൻറ്ററോട് സംസാരിച്ച് സാർ എനിക്ക് ഈ ക്ലാസ്സിൻ്റെ അകത്ത് കുറച്ച് ഡൗട്ടുകളുണ്ട്, ഇതെന്താ ഞാൻ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പം അതാണ് മെൻറ്റർ സപ്പോർട്ടിൻ്റെ ഏറ്റവും എളുപ്പം. നമുക്കിപ്പോൾ ഗോൾഡ് പ്ലാനിൽ നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്ത ഏറ്റവും സക്സസ് ആയ ഒരു പ്ലാനാണ് ഈ ഒരു മെൻറ്റർഷിപ്പ് പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മെൻറ്ററോട് ചോദിക്കാം. മെൻറ്റർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബ്രാച്ച് ആയിരിക്കും നമ്മുടെ ഗോൾഡ് ബാച്ച്. ഓക്കെ, മെൻറ്ററോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ഫോർ ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഇപ്പം MEP ഒരു ഫസ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാച്ചിൽ കുറേ പേരുണ്ടാവും. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ഡൗട്ട് മറ്റൊരാൾക്കും കൂടി ഉണ്ടെങ്കിൽ അവർക്കും കൂടി ആ ആൻസർ ക്ലാരിഫൈ ചെയ്യുമ്പോൾ ഗ്രൂപ്പിലാണ് നിങ്ങൾ ഡൗട്ട് ചോദിച്ചെങ്കിൽ, നേരെ മറിച്ച് നിങ്ങളുടെ ഡൗട്ട് മറ്റൊരാൾക്ക് ക്ലിയർ ആയ കാര്യമാണെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് അയാൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. അല്ലെങ്കിൽ ആരും ക്ലിയർ ചെയ്ത് തന്നില്ലെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സ് അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്തി ആ ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്ത് തരും. ഓക്കെ, അതാണ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഗുണം. ഓക്കെ, അപ്പോൾ മെൻറ്റർ ഡ്രിവണായിട്ട് ഈ വാട്സാപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ വരുന്നു. അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ്, 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉണ്ട്. പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി എന്നല്ല പറയുന്നത്, പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ ജോബ് ഓപ്പണിങ്സും നമ്മൾക്ക് അത്രയും കോൺടാക്റ്റ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്, ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ ജോബ് ഓപ്പണിങ്സും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിത്തരും. ഓക്കെ, ഇനിവൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ കോഴ്സിനൊക്കെ അപ്ലൈ ചെയ്യുക, ആ ഒരു പോസ്റ്റിനൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ അപ്ലൈ ചെയ്യുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നമുക്ക് HR സെഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്തോടെ തന്നെ പറഞ്ഞുതരും. എന്തൊക്കെ പോയിൻ്റ് ആയിരിക്കും അവർ ചോദിക്കുക, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത് എന്ന കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓപ്പണിങ്സും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ അപ്ലൈ ചെയ്യുക, റെസ്യൂമെയും കാര്യങ്ങളൊക്കെ അയക്കുക, അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, നിങ്ങൾക്ക് ജോലി കിട്ടുന്നുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ സ്വയം കണ്ടെത്തുന്നതിനേക്കാളും എത്രയോ എഫിഷ്യൻ്റാണ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന കാര്യം പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നൽകുന്നതാണ്. ഓക്കെ, ഇനി പറയാനുള്ള കാര്യം നമ്മുടെ ഫാക്കൽറ്റീസ് ഞാൻ പറഞ്ഞു, നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരാണ് നമുക്ക് ഈ ക്ലാസ്, അതായത് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. ബാബു ദേവസ്യക്കുട്ടി സാർ ആണ് 20 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. ഡെലിവറിങ് പ്രോജക്റ്റ് ഫ്രം അക്രോസ് UAE, ഖത്തർ, സൗദി അറേബ്യ, USA ആൻഡ് ഇന്ത്യ. ഇപ്പം ഇത്രയും രാജ്യങ്ങളിൽ 20 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സാറാണ് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, പാസ്റ്റ് എംപ്ലോയർ അറ്റ് ഈസ്റ്റേൺ ഇൻ്റർനാഷണൽ LCC UAE, അമാന UAE ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ നമ്മുടെ എനിക്ക് ഈ ഒരു ക്വാണ്ടിറ്റി സർവേയിങ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ MEP കോഴ്സ് എടുക്കാൻ വരുന്ന പ്രീമിയം ഫാക്കൽറ്റിയാണ്. ഓക്കെ, രാകേഷ് M വരുന്നുണ്ട്. ലൊക്കേഷൻ വരുന്നത് UAE ഇൻ ഇന്ത്യ. വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഓൺ ഗോയിങ് സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമുക്ക് ഈ വരുന്ന ഫാക്കൽറ്റീസ് എല്ലാം. ഓക്കെ, രാകേഷ് സാറാണെങ്കിൽ MEP പ്രൊഫഷണൽ വിത്ത് 15 years 15 വർഷത്തിൽ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഡെലിവറിങ് പ്രോജക്റ്റ് അക്രോസ് UAE, ഈജിപ്ത്, ഖത്തർ, സൗദി അറേബ്യ, USA ആൻഡ് ഇന്ത്യ. ഈ ഒരു കേസിൽ കൂടുതൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്.
കാരണം ഹീറ്റ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ സിസ്റ്റം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണ്. അതുകൊണ്ടാണ് ഇവരുടെ കൂടുതൽ വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈവൻ നമുക്ക് കിട്ടുന്ന ജോലി ഏറ്റവും കൂടുതൽ ഓപ്ഷൻസും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലായിരിക്കും. ഓക്കെ, ഇന്ത്യയിൽ ഒരുപാട് കമ്പനീസ്, ഇപ്പം കേരളത്തിൽ തന്നെ ഒരുപാട് ഷോപ്പിംഗ് മാളുകൾ, വലിയ വലിയ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വലിയ വലിയ കൺസ്ട്രക്ഷന് വരുമ്പോൾ എന്തായാലും ഒരു MEP എഞ്ചിനീയർ റിക്വയർമെൻറ്റ് അവിടെ ഉണ്ട്. ഓക്കെ, ചെറിയ ചെറിയ ബിൽഡിംഗ് ഒക്കെ ആകുമ്പോൾ അവിടെയുള്ള വയറിങ് കാര്യങ്ങൾ നോർമലി നമ്മുടെ നാട്ടിലുള്ള വയറിങ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ പ്ലംബിംഗ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നേരെ മറിച്ച് വലിയ വലിയ ബിൽഡിംഗ് വരുന്ന സമയത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു MEP ഡിസൈനറുടെ ആവശ്യമുണ്ടോ? ഓക്കെ, അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയിപ്പോൾ അടുത്ത് പറയുകയാണെങ്കിൽ സൈമൺ സാർ ഉണ്ട്. സൈമൺ സാർ വരുന്നത് MEP പ്രൊഫഷണൽ വിത്ത് 15 years, മിനിമം 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. ഈ ഒരു ഇൻഡസ്ട്രിയിൽ മിനിമം 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ ലൈവായിട്ട് നടക്കുന്ന പ്രൊജക്റ്റും കാര്യങ്ങളും വെച്ചിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മാക്സിമം നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ബെസ്റ്റ് ഇൻ ഇൻഡസ്ട്രി ആയിരിക്കും വരുന്നത്. ഓക്കെ, ഡെലിവറിങ് പ്രൊജക്റ്റ് അക്രോസ് ദ UAE, ഖത്തർ, സൗദി അറേബ്യ ആൻഡ് ഇന്ത്യ. പാസ്റ്റ് എംപ്ലോയർ ട്രോജൻ. അപ്പം രാകേഷ് സാർ ആണെങ്കിൽ എറ്റിസലാറ്റ് UAE മെയിൻലാൻഡ് ആണ് വർക്ക് ചെയ്തിരുന്നത്, ഇതിൻ്റെ മുമ്പ് വർക്ക് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൈമൺ സാർ ആണെങ്കിൽ ട്രോജൻ UAEയിലാണ് വർക്ക് ചെയ്തിരുന്നത് മുമ്പത്തെ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു അപ്സ്കില്ലിംഗ് ചാനലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അതായത് എഞ്ചിനീയറിംഗ് അപ്സ്കില്ലിംഗ് ജോബ്സ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പം ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം അവരിലേക്കും കൂടി എത്തിക്കുക. ഗവൺമെൻറ് സെക്ടറിലും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലും മാക്സിമം ജോബ് നൽകുക എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതിനനുസരിച്ചുള്ള സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഓക്കെ, അപ്പം പറഞ്ഞ പോലെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സച്ചിൻ, സൈനിങ് ഓഫ്.